ഹായ് ഗായ്സ്, മാർക്കറ്റ് മേഷോൻ്റെ പുതിയൊരു ലേണിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മൾ ഇന്നത്തെ ടോപ്പിക് എഗെയിൻ റിലേറ്റീവ് സ്ട്രെങ്ത് ആണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ റിലേറ്റീവ് സ്ട്രെങ്ത്തിൻ്റെ ടോപ്പിക്കിലാണ് വീഡിയോ ചെയ്തിരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ കറൻ്റ്ലി ഒരു ബെയർ മാർക്കറ്റാണ് നമുക്ക് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒബ്വിയസ്ലി ഒരു നല്ലൊരു റാലി ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. എത്രമാത്രം സസ്റ്റെയിൻ ചെയ്യും നമുക്ക് നോക്കി തന്നെ കാണേണ്ടി വരും. പക്ഷേ നമുക്ക് ബെയർ മാർക്കറ്റിൽ നമ്മൾ വെറുതെ ഇരിക്കണോ, അതോ ട്രേഡ് ചെയ്യണോ, അതോ നമ്മൾ ഹൈ ക്വാളിറ്റി സ്റ്റോക്സിനെ കണ്ടുപിടിക്കാൻ ശ്രമിക്കണോ? ഇതാണ് എൻ്റെ ചോദ്യം. എൻ്റെ ഒരു റിയാലിറ്റി ഓഫ് ട്രേഡിംഗ് നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ബിയർ മാർക്കറ്റ്സിൽ ഞാൻ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഹൈ ക്വാളിറ്റി സ്റ്റോക്സിനെ ഞാൻ കണ്ടുപിടിക്കാൻ ശ്രമിക്കും. എന്നിട്ട് മാർക്കറ്റ് ഒരു നല്ല രീതിയിൽ ബൗൺസ് വരുമ്പോൾ ആ സ്റ്റോക്സിൽ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കും. അതിനെയാണ് നമ്മൾ റിലേറ്റീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. സോ റിലേറ്റീവ് സ്ട്രെങ്ത് എന്ന കോൺസെപ്റ്റിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വളരെ ഡെപ്തായിട്ട് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. സോ ആർക്കെങ്കിലും റിലേറ്റീവ് സ്ട്രെങ്ത്തിനെ കുറിച്ച് കൂടുതൽ അറിയണം അല്ലെങ്കിൽ പഠിക്കണം എന്നുള്ളവർ ഡെഫിനറ്റ്ലി ആ വീഡിയോ നിങ്ങൾക്കൊന്ന് ചെന്ന് റീവിസിറ്റ് ചെയ്യാവുന്നതാണ്. ഡെഫിനറ്റ്ലി ഒരുപാട് നല്ല കോൺസെപ്റ്റ്സ് ഞാനവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ റിലേറ്റീവ് സ്ട്രെങ്ത് എന്ന കോൺസെപ്റ്റ് പറഞ്ഞതിൽ ഞാൻ ഒരു സ്റ്റോക്ക് അദാനി പവർ ആയിരുന്നു സ്റ്റോക്ക് എന്ന് ഞാൻ വിചാരിക്കുന്നു. അദാനി പവറെ കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. സോ മൾട്ടിപ്പിൾ എക്സാമ്പിൾസ് ഓഫ് റിലേറ്റീവ് സ്ട്രെങ്ത് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാമെന്ന് വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബേസിക്കലി മൾട്ടിപ്പിൾ എക്സാമ്പിൾസ് കാണുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും അതിനെക്കുറിച്ചൊരു ബെറ്റർ ഐഡിയ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, സോ റിലേറ്റീവ് സ്ട്രെങ്ത്തിൻ്റെ ഒരു ബേസിക് ഡെഫിനിഷൻ എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ്, അതായത് നമ്മുടെ ഒരു ജനറൽ മാർക്കറ്റിൻ്റെ ഒരു ജനറൽ മാർക്കറ്റായിട്ട് നമ്മളിവിടെ കണക്കാക്കുന്നത് നിഫ്റ്റി സ്മോൾ ക്യാപ്പ് ഇൻഡെക്സിനെയാണ്. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 100 ഇൻഡെക്സ്. സോ സ്മോൾ ക്യാപ്പ് 100 ഇൻഡെക്സ് ഒരു ബെയർ മാർക്കറ്റിൽ പെർഫോം ചെയ്യുന്നതിനേക്കാളും ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്ന മാർക്കറ്റ്. സോ ബേസിക്കലി വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് ഒരു ബെയർ മാർക്കറ്റ് വരുമ്പോൾ എല്ലാ സ്റ്റോക്സും വളരെയധികം ബീറ്റൻ ഡൗൺ ആയിട്ട് താഴത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷേ ആ സമയങ്ങളിൽ നല്ല സ്റ്റോക്കുള്ള, അതായത് നല്ല പെർഫോമൻസ്, അതായത് നല്ല സെയിൽസ് ആൻഡ് ഏർണിങ്സ്, അതുപോലെ തന്നെ റിട്ടേൺ ഓഫ് ഇക്വിറ്റി ഒക്കെയുള്ള സ്റ്റോക്സ് ബെയർ മാർക്കറ്റ് ആയതുകൊണ്ട് മുകളിലേക്ക് പോകുന്നില്ല, പക്ഷേ ബെയർ മാർക്കറ്റ് ആയതുകൊണ്ട് അത് സൈഡ് വൈസ് മൂവ്മെൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ചെറിയ രീതിയിൽ അപ്വേർഡ് മൂവ്മെൻറ്റും കാണിച്ചൊക്കെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഈ സ്റ്റോക്കുകളെ നമ്മൾ കണ്ടെത്തുകയാണെങ്കിൽ ഈ ഒരു ബെയർ മാർക്കറ്റ് കഴിഞ്ഞ് ഒരു ബുൾ മാർക്കറ്റിലേക്ക് മാർക്കറ്റ് ട്രാൻസിഷൻ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഫാസ്റ്റായിട്ട് മുകളിലേക്ക് പോകാൻ ചാൻസ് ഉള്ള സ്റ്റോക്സ് ഇതായിരിക്കും. അതായത് ഇതിൻ്റെ ഒരു അനോളജി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഒരു ഫുട്ബോൾ നമ്മൾ ഒരു വെള്ളത്തിൽ മുക്കി ഒരു കുളത്തിൽ അല്ലെങ്കിൽ ഒരു പൂളിൽ വന്നിട്ട് അതിനെ താഴത്തേക്ക് മുക്കി വെച്ച് വിട്ട് കഴിഞ്ഞാൽ നല്ല ഹൈറ്റിലേക്ക് തെറിച്ച് പോകില്ലേ, അതുപോലെ തന്നെയാണ് ബെയർ മാർക്കറ്റിലെ സ്റ്റോക്സ് എന്ന് പറഞ്ഞാൽ, സ്ട്രോങ് സ്റ്റോക്സ് എന്ന് പറഞ്ഞാൽ. അതായത് ഈ ബെയർ മാർക്കറ്റ് എന്ന് ഉള്ളൊരു പ്രഷർ ഉള്ളത് കൊണ്ട് മാത്രം താഴെ നിൽക്കുന്ന സ്റ്റോക്കുകളാണ്. അപ്പോൾ ഈ സ്റ്റോക്സ് വൺസ് ദിസ് ബെയർ മാർക്കറ്റ് ഈസ് ഡൺ, നമ്മൾ ഈ ബോൾ അണ്ടർ ദ വാട്ടർ എന്ന കോൺസെപ്റ്റ് പറയുന്ന പോലെ തന്നെ ആ ഒരു പ്രഷർ വിടുന്നതോടുകൂടി തന്നെ ഇത് മുകളിലേക്ക് തെറിച്ച് ഫാസ്റ്റായിട്ട് മൂവ് ചെയ്തു പോകും. സോ നമുക്ക് ഇവിടെ എക്സാമ്പിളായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന സ്റ്റോക്സ് എന്ന് പറഞ്ഞാൽ സോം ഡിസ്റ്റിലേഴ്സ് ആൻഡ് ബ്യൂറീസ് ലിമിറ്റഡ് ആണ്. അപ്പോൾ ഞാനിതിനെ കമ്പയർ ചെയ്യുന്നത് സ്മോൾ ക്യാപ്പ് ഇൻഡെക്സുമായിട്ടാണ്. സോ ലെറ്റ്സ് സി. സോ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സിൽ നമുക്കിവിടെ ഈ ഒരു സ്റ്റോക്കിനെ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഓൾറെഡി ഒരു എല്ലാ മൂവിങ് ആവറേജ്, ഇത് വീക്ക്ലി ചാർട്ടാണ്, എല്ലാ മൂവിങ് ആവറേജും താഴെയായിരുന്നു ഈ സ്റ്റോക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ പെട്ടെന്ന് എല്ലാ മൂവിങ് ആവറേജിൻ്റെയും മുകളിലേക്ക് ഈ സ്റ്റോക്ക് മൂവ് ചെയ്യാൻ തുടങ്ങി. അതും വിത്ത് ഫാസ്റ്റ് മൂവാണ് നമുക്ക് കിട്ടിയത്. എത്ര ശതമാനം മൂവ് ചെയ്ത് നമുക്ക് പരിശോധിച്ച് നോക്കാം. 100% മൂവ്, 112% ഇൻ 6 വീക്സ് ആണ് നമുക്ക് കിട്ടിയത്. 6 ഇല്ല, 1 2 3 4 5 വീക്സ്. അതിനുശേഷം ഈ ഒരു സ്റ്റോക്ക് കൺസോളിഡേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ആ സമയത്ത് തന്നെ എന്താണ് സ്മോൾ ക്യാപ്പ് ഇൻഡെക്സിന് ശ്രമിച്ചത്? സോ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സിന് സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് നോക്കി, ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് മുകളിലേക്ക് പോയി അല്ലേ. സ്മോൾ ക്യാപ്പ് ഇൻഡെക്സിൽ ചെറിയൊരു ബൈയിങ് വന്നു. ആ സമയത്ത് ഈ സ്റ്റോക്കിനും ബൈയിങ് കിട്ടി. അതിന് സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് അതിൻ്റെ ഈ പഴയ ലോ ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് പോയി. അപ്പോൾ ഈ സ്റ്റോക്ക് എന്താ സംഭവിച്ചത്? ഈ സ്റ്റോക്ക് അതിൻ്റെ ലോ ബ്രേക്ക് ചെയ്തില്ല. അതിന് പകരം ഈ സ്റ്റോക്ക് ഈ ലോ ബ്രേക്ക് ചെയ്യാതെ തന്നെ ഇതിൻ്റെ ഹൈസിൽ തന്നെ നിൽക്കാൻ തുടങ്ങി. വീണ്ടും വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആണ് ഈ ടോപ്പിക്ക്.
കാരണം എന്താണെന്ന് വെച്ചാൽ നോക്കൂ, വീണ്ടും സ്മോൾ ക്യാപ് ഇൻഡെക്സ് ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തിരുന്നു അല്ലേ, ഇത് ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്യുന്നു. ആ ലോ ബ്രേക്ക് ചെയ്ത് വീണ്ടും പോയപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്, ഈ ലോ ബ്രേക്ക് ചെയ്തില്ല. ഈ ലോ ബ്രേക്ക് ചെയ്യാതെ SDBL ഓർ സോം ഡിസ്പ്ലേസ് ആൻഡ് പ്രൈവസി ലിമിറ്റഡ് വീണ്ടും ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. സോ ഇതിനാണ് നമ്മൾ റിലേറ്റീവ് സ്ട്രെങ്ത് നൽകുന്നത്. അതായത് റിലേറ്റീവ് ടു ദ മാർക്കറ്റ് വിച്ച് ഈസ് എ സ്മോൾ ക്യാപ് ഇൻഡെക്സ്, ഒരു സ്വിംഗ് ട്രേഡിനെ സംബന്ധിച്ചോളം സ്മോൾ ക്യാപ് ഇൻഡെക്സ് ആയിരിക്കണം മാർക്കറ്റ്. ഇവിടെ ഒരു ഡൈവേർജൻസ് ആണ്. അതായത് മാർക്കറ്റ് മോശമായിക്കൊണ്ടിരിക്കുമ്പോഴും ഈ ഒരു സ്റ്റോക്ക് സ്ട്രെങ്ത്താണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ മാർക്കറ്റ് വീണ്ടും ഒരു റാലി ഈ ഒരു ലോയിൽ നിന്ന് ഈ ഒരു ഹൈയിലേക്ക് 22% റാലി തന്ന സമയത്ത് നമ്മൾ ഈ ഒരു സ്റ്റോക്ക് നമുക്ക് തന്നിരിക്കുന്ന റാലി എന്ന് പറയുന്നത് ഈ ഒരു ലോയിൽ നിന്ന് ഈ ഒരു ഹൈയിലേക്ക് 60 or 70% റാലിയാണ് അല്ലേ. സോ അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്, ബിയർ മാർക്കറ്റിൽ വളരെയധികം മോശമായി നിന്ന സ്റ്റോക്കുകൾ വളരെയധികം സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന സ്റ്റോക്കുകൾ ബിയർ മാർക്കറ്റ് കഴിയുമ്പോൾ വളരെ ഫാസ്റ്റായിട്ട് മുകളിലേക്ക് മൂവ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റോക്കുകൾ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇത് വളരെ ഈസി ആയൊരു ടെക്നിക്കല്ലേ. നമ്മൾ സ്മോൾ ക്യാപ് ഇൻഡെക്സ് നോക്കുന്നു, അതുപോലെ തന്നെ സ്റ്റോക്കിന് നോക്കുന്നു, ആ സ്റ്റോക്കിന് അഗെയിൻസ്റ്റ് സ്മോൾ ക്യാപ് ഇൻഡെക്സ് എങ്ങനെ പെർഫോം ചെയ്യുന്നു, അല്ലെങ്കിൽ സ്മോൾ ക്യാപ് ഇൻഡെക്സ് അഗെയിൻസ്റ്റ് ആ സ്റ്റോക്ക് എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്ന് നോക്കുന്നു. അതിൽ സ്ട്രെങ്ത് കാണിക്കുന്നുണ്ട് എന്ന് നമുക്ക് തോന്നിക്കാൻ ഡെഫിനറ്റ്ലി അതിന് ട്രേഡ് എടുക്കും ഡെഫിനറ്റ്ലി. പിന്നെ ട്രേഡിംഗ് എന്ന് പറയുന്നത് മേ ബി ഈ ഒരു പോയിന്റിന് മുകളിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം, ഓറൽസ് നല്ലൊരു കൺസോൾട്ടേഷൻ ഇവിടെ കിട്ടിയിട്ടുണ്ട്, ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാം, അല്ലെങ്കിൽ വീണ്ടും ഇവിടെ വന്ന് അതൊക്കെ എൻട്രി ക്രൈറ്റീരിയ എന്നുള്ളത് പലരെയും എൻട്രി ക്രൈറ്റീരിയ പല തരത്തിലുള്ള എൻട്രി ക്രൈറ്റീരിയ ആയിരിക്കും. പക്ഷേ നമ്മളിവിടെ സംസാരിക്കുന്നത് റിലേറ്റീവ് സ്ട്രെങ്ത് എന്ന കോൺസെപ്റ്റിനെ കുറിച്ചാണ്. സോ അതാണ് റിലേറ്റീവ് സ്ട്രെങ്ത് ഫോർ SDBL. നമുക്ക് വേറൊരു സ്റ്റോക്കും കൂടി നോക്കാം, ആർ പവർ അല്ല, ഓക്കെ. ഇപ്പോൾ കറണ്ട് സിനാരിയോയിൽ MTAR ടെക്നോളജീസ്. ഓക്കെ, സോ MTAR ടെക്നോളജീസിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ, ഇഫ് യു റീസെറ്റ് ദ ചാർട്ട്, വാട്ട് ഹാപ്പൻഡ്, എന്താണ് MTARൽ സംഭവിച്ചത്. MTARൽ സെയിം സിനാരിയോ റൈറ്റ്, ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു മാർക്കറ്റ്. ഓക്കെ, മാർക്കറ്റ് ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തപ്പോൾ MTAR ഈ ലോയിൽ നിന്ന് എത്ര ശതമാനം പോയി, ഈ ഒരു ലോയിൽ നിന്നും എത്ര ശതമാനം പോയി, 80% മൂവ് ചെയ്തു റൈറ്റ്. ഈ ഒരു ലോയിൽ നിന്ന് മാർക്കറ്റ് ഇത്രമാത്രം മൂവ് ചെയ്തപ്പോൾ MTAR 80% മൂവ് ചെയ്തു. എന്നിട്ട് മാർക്കറ്റ് തിരിച്ച് ഈ ലോനെ വിസിറ്റ് ചെയ്തു. ഈ ലോനെ കട്ട് ചെയ്യുന്ന സമയത്ത് MTAR വീണ്ടും ആ ഹൈസിൽ തന്നെ സസ്റ്റെയിൻ ചെയ്തു. വീണ്ടും ഈ ഒരു ലോ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് പോയപ്പോൾ വീണ്ടും എന്ത് സംഭവിച്ചു, MTAR വീണ്ടും ആ ഹൈയിൽ തന്നെ നിന്നു. അപ്പോൾ വീണ്ടും റിലേറ്റീവ് സ്ട്രെങ്ത് ആണ് ഇവിടെ കാണിക്കുന്നത് MTAR ടെക്നോളജി വിത്ത് റെസ്പെക്ട് ടു ദ സ്മോൾ ക്യാപ് ഇൻഡെക്സ് അല്ലേ. അപ്പോൾ ഈ ഒരു റിലേറ്റീവ് സ്ട്രെങ്ത് കണ്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ മാർക്കറ്റ് ഒരു സ്ട്രോങ് മൂവ് ടു ദ അപ്സൈഡ് ഇങ്ങോട്ട് തന്നു അല്ലേ. മാർക്കറ്റ് ഓൺ 6th April വീക്ക്ലി ക്യാൻഡിലിൽ ഒരു സ്ട്രോങ് ബ്രേക്ക് ഔട്ട് വന്നു. ആ സമയത്ത് തന്നെ MTARും ബ്രേക്ക് ഔട്ട് ആവുന്നത് നിങ്ങൾക്ക് കാണാം. ആ ബ്രേക്ക് ഔട്ടിന് ശേഷം MTAR എത്ര ശതമാനം മൂവ് ചെയ്തു, 89% മൂവ് ചെയ്തു. സോ ഇതാണ് എന്ത് റിലേറ്റീവ് സ്ട്രെങ്ത് എന്ന ഒരു കോൺസെപ്റ്റിൻ്റെ പവർ റൈറ്റ്. ഓൾവേസ്. പിന്നെ വേറെ സംഭവം എന്താണെന്ന് വെച്ചാൽ വലിയൊരു കപ്പ് ആൻഡ് ഹാൻഡിൽ ബ്രേക്ക് ഔട്ടാണ്. അതിനുശേഷം കപ്പ് ബ്രേക്ക് ഔട്ടിന് ശേഷം ഫസ്റ്റ് കൺസോൾട്ടേഷനാണ്. ഇതും കൂടെ ഒരു നല്ല ക്രൈറ്റീരിയയാണ് നമുക്ക് ട്രേഡ് എടുക്കാൻ വേണ്ടി. അതുപോലെ തന്നെ വേറൊരു കേസ് ഒരു BSE. സോ BSE നമ്മൾ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പരിശോധിക്കുകയാണെങ്കിൽ BSEയിൽ എന്താ സംഭവിച്ചത്, വീണ്ടും വലിയൊരു കപ്പ് ആൻഡ് ഹാൻഡിൽ കൈൻഡ് ഓഫ് എ ഫോർമേഷൻ. അതിനുശേഷം മാർക്കറ്റ് താഴോട്ട് വീണുകൊണ്ടിരിക്കുന്നു, BSE മുകളിലേക്ക് പോകുന്നു. അതിനുശേഷം നല്ലൊരു ബ്രേക്ക് മാർക്കറ്റ്, അതായത് മാർക്കറ്റ് 10 AM മുകളിൽ നല്ല രീതിയിലൊരു ഹെവി വോളിയത്തോടൊരു ഹ്യൂജ് ക്യാൻഡിൽ തന്ന സമയത്ത് BSE ബ്രേക്ക് ഔട്ട് ചെയ്യുന്നു റൈറ്റ്. സംവെയർ അറൗണ്ട് ഹിയർ നമ്മൾ ട്രേഡ് എടുക്കുകയാണെങ്കിൽ തന്നെ ഇറ്റ് വെൻറ്റ് 39% ഇൻ 6 weeks. സോ ഇതാണ് നമ്മുടെ റിലേറ്റീവ് സ്ട്രെങ്ത് എന്ന കോൺസെപ്റ്റിൻ്റെ പവർ. ഇപ്പോൾ ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളും ഒന്നും ആവശ്യമില്ല, എസ്പെഷ്യലി ഇൻ എ ബിയർ മാർക്കറ്റിൽ റിലേറ്റീവ് സ്ട്രെങ്ത് സ്റ്റോക്സിനെ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. കാരണം റിലേറ്റീവ് സ്ട്രെങ്ത് കാണിക്കുന്ന സ്റ്റോക്സ് വളരെ കുറവായിരിക്കും. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഇവരെ കണ്ടുപിടിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ കണ്ടുപിടിച്ച് നിങ്ങളുടെ ക്രൈറ്റീരിയ അനുസരിച്ച് നിങ്ങൾക്ക് ഇതിനെ ട്രേഡ് ചെയ്യാനും പറ്റും. വേറെ എക്സാമ്പിളും കൂടെ നമുക്ക് വേണമെങ്കിൽ കാണിച്ചു തരാം, MCX. സോ MCXലും എന്താണ് സംഭവിക്കുന്നത്, സെയിം സിനാരിയോ അല്ലേ.
ഈ ഒരു ലോയിൽ നിന്ന് MCX ഈ ഒരു ലോയിൽ നിന്ന് ഈ ഒരു ഹൈയിലേക്ക് റാലി ചെയ്തു. അതുപോലെ തന്നെ ആ സമയത്ത് മാർക്കറ്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വീണുകൊണ്ടിരിക്കുന്നു. മാർക്കറ്റ് വലിയൊരു സ്ട്രോങ് മൂവ് തന്നപ്പോൾ MCX ഇവിടെ നിന്ന് ഈ ഒരു ഹൈയിലേക്ക് മൂവ് ചെയ്തു. ഇപ്പോൾ എത്ര ശതമാനം MCX മൂവ് ചെയ്തു? 30% മൂവ് ഇൻ എ മാറ്റർ ഓഫ് 6 വീക്സ്. സോ ഇതാണ് ദ പവർ ഓഫ് റിലേറ്റീവ് സ്ട്രെങ്ത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഡെഫിനറ്റ്ലി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. ആൻഡ് അതുപോലെ തന്നെ ഇതുപോലെയുള്ള വീഡിയോസ് ഫോർ എഡ്യൂക്കേഷണൽ പർപ്പസ് നിങ്ങൾക്ക് ഇനിയും താല്പര്യമുണ്ടല്ലോ, നിങ്ങൾക്ക് എന്ത് ടോപ്പിക്കിൻ്റെ മുകളിലാണ് ആസ് ഫാർ as സ്വിംഗ് ട്രേഡിംഗ് ഈസ് കൺസേൺ നിങ്ങൾക്ക് വീഡിയോ ഉണ്ടാക്കാൻ താല്പര്യം, അല്ലെങ്കിൽ വീഡിയോ കാണാൻ താല്പര്യമെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ അങ്ങനത്തെ വീഡിയോസ് എനിക്കറിയുന്ന രീതിയിൽ ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.